ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബീലേത്ത് എന്ന ചാനലിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 34-ന്റെ ഏകദേശം ഒരു പകുതി ഭാഗം മുതൽ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ എത്ര വട്ടം ചേർത്തു കൊള്ളുവാൻ എനിക്ക് മനസ്സായിരുന്നു. നിങ്ങൾക്കോ മനസ്സില്ല. നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് നിങ്ങൾ പറയുവോളം നിങ്ങൾ എന്നെ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവിടെ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകൻ മേൽ, കോഴി എത്ര ഈ എന്തെങ്കിലും ഒരു ശബ്ദം കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു റാഞ്ചൽ പരുന്തൊക്കെ പറന്നു വരുന്ന ആ സൗണ്ട് കേൾക്കുമ്പോൾ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ വിളിച്ചു കൂട്ടി തൻ്റെ ചിറകൻ കീഴിൽ കാക്കുന്നു, സംരക്ഷണം നൽകുന്നു. അതുപോലെ ദൈവം പറയുകയാണ്, ദൈവവചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്, നിങ്ങളെയും അതുപോലെ ഞാൻ കാക്കാൻ എത്ര വട്ടം മനസ്സായി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു, പക്ഷേ നിങ്ങളോ അത് മനസ്സു വയ്ക്കുന്നില്ല. അപ്പോൾ ആ ദൈവത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുവാൻ നമ്മൾ മടി കാണിക്കുന്നു. അതായത് നമ്മുടെ ലോകത്തിലുള്ള ഓരോ കാര്യങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ, നമ്മുടെ സമ്പാദ്യങ്ങളിൽ, ജോലി വേലകളിൽ, മറ്റെല്ലാ കാര്യങ്ങളിലും ആ ഓട്ടത്തിലൂടെ നമ്മൾ പോകുമ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമ്മളിൽ നിന്നും അകന്നു പോകുന്നു. ദൈവത്തോടുള്ള ബന്ധം നമ്മളിൽ നിന്നും അകന്നു പോകുന്നു. പ്രാർത്ഥിക്കാൻ സമയമില്ല. അങ്ങനെ ഇപ്പോൾ എത്രയെല്ലാം ഒരു കമ്പ്യൂട്ടർ കാലഘട്ടത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ സമയം കിട്ടാത്തത്. അന്ന് പൂർവികന്മാർ ചാണകമെഴുകിയ ഒരു തറയിലിരുന്ന്, ഒരു മെഴുകുതിരിയുടെ വെട്ടത്തിലിരുന്ന് ദൈവത്തെ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലാണ് ദൈവത്തെ ആരാധിച്ചത്. എങ്ങനെ ആരാധിച്ചത്? ഒന്നുമില്ലാത്ത അവസ്ഥയിലും ദൈവം എന്നെ പരിപാലിച്ചു, എന്നെ അനുഗ്രഹിച്ചു എന്ന് പറയുവാൻ ആ മനസ്സിന് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമുക്ക് എത്ര ഉണ്ടായിട്ടും എത്ര കിട്ടിയിട്ടും നമുക്ക് അത് ഇല്ല, പറ്റുന്നില്ല, നമുക്ക് തികയുന്നില്ല എന്ന ഒത്തിരി ഓട്ടത്തിലാണ് നമ്മൾ സാധിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തെ നമ്മൾ ആരാധിക്കുവാൻ മറന്നു പോകുന്നു. ദൈവത്തോടുള്ള ബന്ധം പുലർത്തുവാൻ നമുക്ക് കഴിയാതെ വരുന്നു. പക്ഷേ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ കാക്കുപോലെ ദൈവം നമ്മളെ കാക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മളൊന്ന് താന്നു കൊടുത്താൽ, ഈ ദൈവവചനം കേട്ടൊന്ന് നമ്മൾ അനുസരണയോടെ, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബീലേത്ത് എന്ന ചാനലിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 34-ന്റെ ഏകദേശം ഒരു പകുതി ഭാഗം മുതൽ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ എത്ര വട്ടം ചേർത്തു കൊള്ളുവാൻ